ഹലോ ഗൈസ്, കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് 43ഓളം വേക്കൻസിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും കൂടെ ഇപ്പോൾ CSIR വിളിച്ചിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിലേക്ക് ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ വിൻഡോസ് 18/8/2026 തൊട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 17/9/2026 വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് 43ഓളം വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 19 വേക്കൻസി, OBC NCL കാറ്റഗറിയിൽ 11, SC 6, ST 3, W 4, അങ്ങനെ ടോട്ടൽ 43 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 2 ആണ്. അതായത് 19,900 രൂപ തൊട്ട് 63,200 രൂപ വരെയാണ് സാലറി റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. സോ മാക്സിമം 28 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഇതുകൂടാതെ SC ST കാൻഡിഡേറ്റ്സ് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റിന് മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത, അതായത് 55% 10ാം ക്ലാസ്സിൽ മാർക്ക് വേണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ റിലവന്റ് ട്രേഡിലുള്ള ITA സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ 2 വർഷത്തെ ഫുൾ ടൈം എക്സ്പീരിയൻസ് ആസ് അപ്രന്റീസ് ട്രെയിനി ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ റിലവന്റ് ട്രേഡിലുള്ള 3 വർഷത്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും ഇതേ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ചോദിക്കുന്നത്. ആകെ വ്യത്യാസമുള്ളത് ഓരോ പോസ്റ്റിലേക്കും ചോദിക്കുന്ന ട്രേഡ് സർട്ടിഫിക്കേഷന്റെ വ്യത്യാസം മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ളത്. സോ ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് OMR ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് സിലബസും അതുപോലെ തന്നെ പാറ്റേണും ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF-ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.